ഹലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് ഓർക്കാട്ടേരി ചന്ത കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ ഓർക്കാട്ടേരി ചന്ത തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ നിന്ന് എല്ലാവരും കൂടി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുതി ഒരു വെള്ളിയാഴ്ച പോകാമെന്ന് കരുതി നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കാട്ടേരി ചന്തയിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ, ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുവരെ ഇല്ലാത്തൊരു എനർജി ആയിരുന്നു ചന്തയുടെ ആ ഒരു എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പം. എന്താ ചെയ്യേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, എന്താ നോക്കേണ്ടതെന്നൊക്കെ ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ശരിക്കും കുട്ടിയായൊരു ഫീൽ എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത്. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. നമ്മുടെ ഏജും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ലാന്ന് എനിക്ക് എപ്പോഴും തോന്നി ഇങ്ങനത്തെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ. നമ്മൾ മെയിനായിട്ട് ഫുഡിൻ്റെ ഏരിയയിലേക്കാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഫുഡാണല്ലോ മെയിൻ. നമ്മളൊന്നാമത് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്തയിൽ പോയിട്ട് കഴിക്കാമെന്നുള്ള രീതിയിൽ പുറത്തുനിന്നൊന്നും കഴിക്കാണ്ട് അവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ പോയിട്ട് കോളിഫ്ലവർ കഴിച്ചിട്ടുണ്ടായിരുന്നു, പാനിപൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ കഴിക്കുന്നത്, കുലുക്കി കഴിക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഇവർ കുലുക്കി അടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ മോമോസ് കഴിച്ചു, അതുപോലെ ലോഡഡ് ലേസ് കഴിച്ചു. അങ്ങനെ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ബ്രേക്ക് ഡാൻസിലായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. വേറൊരു പുതിയ റൈഡ് വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാവർക്കും ഒരുപോലെ കയറാനുള്ളൊരു ധൈര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ആ റൈഡ് വേണ്ട, നമ്മളെല്ലാവരും കൂടി പറ്റിയിട്ട് റൈഡ് എന്നുള്ള രീതിയിൽ ബ്രേക്ക് ഡാൻസ് ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കയറി നമ്മളതൊക്കെ കണ്ട് എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ മെയിൻ ലേഡീസ് അല്ലെങ്കിൽ ഗേൾസിൻ്റെ മെയിൻ സ്ഥലമായിട്ടുള്ള നമ്മുടെ ആക്സസറീസ് അല്ലെങ്കിൽ കമ്മലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ വേറൊന്നും അങ്ങനെ വാങ്ങിയില്ല.